മലയാളികളുടെ പ്രിയപ്പെട്ട താരം മീരാ നന്ദൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷമായി നടന്ന ചടങ്ങുകളിൽ മലയാളത്തിലെ പ്രിയ താരങ്ങൾ അടക്കമുള്ള മീരാ നന്ദൻ്റെ അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു. ലണ്ടനിൽ അക്കൗണ്ടൻ്റായ ശ്രീജുവാണ് വരൻ. മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. പിന്നീട് മീരയെ നേരിൽ കാണാനായി UK-യിൽ നിന്നും ശ്രീജു ദുബായിലേക്കെത്തി. ഇരുവർക്കും ഇഷ്ടമാവുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം ഉറപ്പിച്ചു. വിവാഹിതയാകാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി മീരാ നന്ദൻ തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് മീര പങ്കുവച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിടേണ്ടി വന്നത്. വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം. പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നു. സിനിമാ നടി മീരാ നന്ദൻ്റെ ചെറുക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. എന്താ അയാളുടെ മൂക്ക് ഇങ്ങനെ തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന് എക്സ്ട്രീം വെർഷനാണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഷാജഹാൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത്. മനുഷ്യൻ്റെ നിറവും വർണ്ണവും വേഷവും പകഞ്ഞ് ഇകഴ്ത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോടും പോന്നൊരു ക്രൈമാണെന്ന് ഈ കൂട്ടത്തിന് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. അന്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചുകയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ്. പ്രിയപ്പെട്ട മീര, നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവെറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഹണിമൂൺ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നാണ് മീരാ നന്ദൻ പ്രതികരിച്ചത്. ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്ക് പോകുമെന്നും ശ്രീജു ലണ്ടനിലേക്ക് പോകും. എനിക്ക് ലീവ് കുറവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ദുബായിലേക്ക് പോകും. ലണ്ടനിൽ ഒരു റിസപ്ഷൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യണം. ലണ്ടനിൽ നിന്ന് എവിടെയെങ്കിലും പോകണം. അത് ഇനി വേണം പ്ലാൻ ചെയ്യാനെന്നും താരം വ്യക്തമാക്കി. ദിലീപിനെ പ്രധാന കഥാപാത്രമാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അഭിനയ രംഗത്ത് അത്ര സജീവമല്ലാത്ത മീര UAE-യിൽ റേഡിയോ അവതാരകയായി ജോലി ചെയ്യുകയാണ്. കൊച്ചി എളമക്കര സ്വദേശിയാണ് മീരാ നന്ദൻ. 2008-ൽ റിലീസായ മുല്ലയ്ക്ക് പുറമെ തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും 2011-ൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും 2014-ൽ കരോഡ്പതി എന്ന ചിത്രത്തിലും കന്നഡയിലും താരം തുടക്കം കുറിച്ചു. ഈ വർഷം പുറത്തെത്തിയ എന്നാലും എൻ്റെ അളിയ ആണ് മീര അഭിനയിച്ച് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം.